നമസ്കാരം, ഞാൻ ഹരിതജ്. 2021 നവംബർ 28 എൻ്റെ സൂര്യജാലകം എന്ന ആദ്യ നോവൽ പുറത്തിറങ്ങി. മുനിസിപ്പൽ ചെയർപേഴ്സൺ MU ഷിനിജ ഉദ്ഘാടനം ചെയ്തു. ഫിലിം ഡയറക്ടർ അമ്പിളി മുഖ്യ അതിഥിയായിരുന്നു. വിവിധ കലാരംഗത്ത് പ്രാവീണ്യം തെളിയിച്ച നിരവധി സുമനസുകൾ ആശംസകൾ അർപ്പിച്ചു. കോവിഡ് കാലം ആകയാൽ പ്രസിദ്ധ കവി സച്ചിദാനന്ദൻ സാർ ഓൺലൈനിലൂടെയാണ് എൻ്റെ നോവലിനെ കുറിച്ച് സംസാരിച്ചത്. സന്തോഷ് എച്ചിക്കാനവും ബക്കർ മൈത്രയും ഓൺലൈനിലൂടെ തന്നെയാണ് നോവൽ ചർച്ചകളും ആശംസകളും നൽകിയത്. ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ ചന്ദ്രജാലകം വൈകാതെ പ്രകാശനം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ നോവലും കവിതയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഏവർക്കും സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ സന്തോഷ് എച്ചിക്കാനം. സാധാരണമായ ഒരു പ്രണയകഥയിലൂടെ അസാധാരണമായ ഗ്രാമീണ ജീവിതത്തിൻ്റെ ചാരുതയും അതുപോലെ തന്നെ കാർഷിക ജീവിതത്തിൻ്റെ ഗതകാല സമൃദ്ധിയും രാഷ്ട്രീയവും ഒക്കെ കടന്നു വരുന്ന നോവലാണ് ശ്രീ ഹരി തേജസിൻ്റെ സൂര്യജാലകം. ആ നോവൽ പ്രകാശനം ചെയ്യാൻ പോവുകയാണെന്നറിഞ്ഞു. വളരെയധികം സന്തോഷം. മാത്രമല്ല, ഈ നോവൽ ഫ്യൂഡലിസ്റ്റ് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നവമുതലാളിത്തം വരെയുള്ള ഒരു നീണ്ട ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അനുഭവിച്ച ആത്മസംഘർഷങ്ങളുടെ കഥ കൂടിയാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും കവിയും ഗാനരചയിതാവും എല്ലാമായ ശ്രീ ഹരി തേജസിൻ്റെ സൂര്യജാലകം എന്ന നോവലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ശ്രീ ഹരിഹരൻ പലതരം കഴിവുകളുള്ള ഒരു കലാകാരനാണ്. നാടകം, സംഗീതം, കവിത, ഇങ്ങനെ പലതും. എന്നാൽ പ്രാഥമികമായും ഹരി ഒരു ഛായാഗ്രാഹകനാണ്. ഫോട്ടോഗ്രാഫർ എന്ന നിലയിലുള്ള തൻ്റെ ജീവിതത്തിൽ 50 വർഷം തികയുന്ന ഈ വിശേഷ അവസരത്തിലാണ് അദ്ദേഹം സൂര്യജാലകം എന്ന നോവലുമായി രംഗത്തെത്തുന്നത്. സൂര്യജാലകം എന്ന പേര് തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ആനയിക്കുക ക്യാമറയുടെ പ്രകാശം കടത്തിവിടുന്ന ഷട്ടറിനെയാണ്. ഈ നോവൽ പ്രാഥമികമായും ഒരു ഛായാഗ്രാഹകന്റെ നോവലാണ്. ഛായാഗ്രഹണം നമുക്കറിയാവുന്നതുപോലെ വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും കലയാണ്. ഈ നോവലിലും ഒരു ഛായാനാടകമുണ്ട്. നിഴലിനും വെളിച്ചത്തിനുമിടയിൽ മിന്നിമറയുന്ന ഭാവങ്ങളുടെയും അവയ്ക്കു പിന്നിലെ മനുഷ്യകഥകളുടെയും ഒരു ഗുപ്ത പ്രപഞ്ചം. ഈ നോവൽ ഒരേ സമയം ഒരു പ്രണയകഥയും ഒരു ദേശചരിത്രവുമാണ്. മലയാള നോവലിൽ CB രാമൻപിള്ള മുതൽ തകഴിയും SK പൊറ്റേക്കാട്ടും M മുകുന്ദനും UK കുമാരനും NP ഹാഫിസ് മുഹമ്മദും വരെ ഒട്ടേറെ പേർ പ്രാദേശിക ചരിത്രാഖ്യായികകൾ രചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാത്തതല്ല. അവയിൽ ചിലതിൽ പ്രണയങ്ങളും കടന്നു വരാതിരുന്നില്ല. എന്നാൽ ഇവിടെ പ്രണയകഥയ്ക്കകത്തുകൂടി ദേശകാലങ്ങളെ ഒളിച്ചെഴുതുന്ന ഒരു കഥാകാരനെയാണ് നാം കണ്ടെത്തുക. നായികാനായകന്മാർ മാത്രമല്ല, ഏറ്റവും ചെറിയ ക്ഷണിക കഥാപാത്രങ്ങൾ പോലും ഇതിൽ അവിസ്മരണീയരാകുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്കെച്ചുകൾ അല്പം ചില രേഖകൾ കൊണ്ട് കഥാപാത്രങ്ങൾക്ക് ജീവനും മിഴിവും നൽകുന്നത് പോലെ ഒരു കൈയടക്കം ഈ കഥാപാത്ര സൃഷ്ടിയിൽ നോവലിസ്റ്റ് കാണിക്കുന്നുണ്ട് എന്ന് നാം അറിയാതെ തന്നെ ശ്രദ്ധിച്ചു പോകും. ഒപ്പം ഒരു കഥയിലൂടെ പല കഥകൾ പറയുന്ന വിക്രമാദിത്യ കഥകളുടെ ഭാരതീയമായ ആഖ്യാന രീതിയും ഇവിടെ കാണാം. ഹരിഹരന്റെ ഈ ആദ്യ നോവൽ സൂര്യജാലകം പ്രകാശിപ്പിക്കാൻ എനിക്ക് ആഹ്ലാദമുണ്ട്. ഒപ്പം ഇത് ധാരാളമായി വായിക്കപ്പെടട്ടെ എന്നും ഇതിന് തുടർച്ചകൾ ഉണ്ടാകട്ടെ എന്നും ഉള്ള പ്രാർത്ഥനകളുമുണ്ട്. നിങ്ങൾക്ക് നന്ദി. പ്രിയമുള്ളവരെ, അക്കാപുൽക്കോ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച
ഹരി തേജസിൻ്റെ നോവൽ ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. സൂര്യജാലകം എന്ന നോവലിന് അവതാരിക എഴുതാനുള്ള അവസരം, ഭാഗ്യം എനിക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ അവതാരിക എഴുത്തിനെ കുറിച്ച് 2 വാക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. 10 വർഷങ്ങൾക്കപ്പുറമാണ് ഈ നോവലുമായി ഹരി എന്നെ സമീപിച്ചത്. അന്ന് എഴുതി കൊടുത്ത അവതാരികയാണ്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏറെ വൈകി എന്നുള്ളത്, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ള നമ്മുടെ ആ ഒരു വിശ്വാസ പ്രമാണവുമായി ചേർത്ത് വെക്കുക മാത്രമേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. 10 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ കൃതി വെളിച്ചം കാണുന്നു എന്നുള്ളതിൽ ഏറ്റവും ആഹ്ലാദിക്കുന്നത് ഞാൻ തന്നെയാണ്, ഹരിയേക്കാൾ ഒരർത്ഥത്തിൽ. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. കാരണം അച്ചടിച്ചു കഴിഞ്ഞാൽ 300-ൽ പരം പേജ് വരുന്നൊരു നോവൽ 3-4 വർഷം കഠിനമായി അധ്വാനിച്ചെഴുതിയിട്ട് അത് വെളിച്ചം കാണാതെ പോവുക എന്നുള്ളത് സങ്കടകരമാണ്. കാരണം അത് ഹരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആളുകളുടെ കയ്യിൽ എത്തണമെന്ന് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കാറുണ്ടായിരുന്നു, നിർബന്ധിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലം കൂടിയാണ് ഈ നോവലിൻ്റെ പ്രകാശനമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ നോവലിനെ വിലയിരുത്തിക്കൊണ്ട് ഞാൻ എഴുതിയ ഒരു ആമുഖം ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിൽ തന്നെയും ഈ നോവലിനെ ഞാൻ എങ്ങനെ വിലയിരുത്തി എന്നുള്ള 1-2 സൂചനകൾ തരിക മാത്രമാണ് ഈ പ്രസംഗത്തിലൂടെ ചെയ്യുന്നത്. ഈ നോവലിൻ്റെ പ്രമേയം തികച്ചും സാധാരണമാണ്. ഏതുവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് പൂവണിയുന്നൊരു പ്രണയം. ഇത്തരം പ്രണയകഥകൾ വായനക്കാർക്കൊട്ടും അപരിചിതമല്ല തന്നെ. പക്ഷേ ഈ നോവൽ സാധാരണ പ്രണയകഥകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പ്രണയം എന്ന സത്യത്തെ ആവിഷ്കരിക്കാൻ അതൊരു ദേശത്തെ തന്നെ എഴുതുന്നു എന്നുള്ളിടത്താണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും സാമൂഹ്യവും ചരിത്രപരവുമായ ഉള്ളടക്കങ്ങളും ഉൾപ്പിരിവുകളും മനുഷ്യബന്ധങ്ങളുടെ മഹിതശോഭകളും ആസുരഭാവങ്ങളുമെല്ലാം ഈ നോവലിനെ വളരെ ജൈവികമാക്കുന്നുണ്ട്. ഈ നോവലിൻ്റെ പശ്ചാത്തലത്തെ അങ്ങനെ ജൈവികമാക്കുന്നതിൽ ഈ ദേശം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ജൈവമണ്ഡലമാണ് ഹരി തേജസിൻ്റെ തൂലികയ്ക്ക് വേണ്ട മഷിപ്പാത്രമാകുന്നത്. നഷ്ടപ്പെട്ടുപോയ ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മയും ചാരുതയും കാർഷിക സംസ്കാരത്തിൻ്റെ, കഴിഞ്ഞ കാലത്തിൻ്റെ, സാമൂഹിക ജീവിതത്തിൻ്റെ സൂക്ഷ്മ ചരിത്രവും ഈ കൃതികളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ നോവലിൽ ചരിത്രപരമായൊരു മാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതും നിങ്ങളോട് പങ്കുവെക്കുന്നതും. അമിതഭാവനയുടെ ചായം കലരാതെയുള്ളൊരു ചിത്രീകരണ ശൈലി പിന്തുടരുന്നതുകൊണ്ട് ഈ ചരിത്രപരത നോവലിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. ഈ നോവലിലെ ദേശമാകട്ടെ ഇതിലെ കഥാപാത്രങ്ങളുടെ ജീവിത വ്യാപാരങ്ങൾ നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സൂത്രധാരനെ പോലെ ഇതിലാകെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഈ നോവൽ ഒരു ഫോട്ടോഗ്രാഫിക് രചനയാണെന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഒരു ഫോട്ടോഗ്രാഫിക് രചന? ഒരു ചിത്രകാരൻ താൻ കണ്ടതിനെ തൻ്റെ ഭാവന കൂട്ടിക്കലർത്തി ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഫോട്ടോഗ്രാഫർ ആകട്ടെ ഉള്ളത് അതേപടി പകർത്തുക എന്ന ധർമ്മമാണ് നിർവഹിക്കുന്നത്. നോവലിസ്റ്റായ ഹരി തേജസ് ഒരു നല്ല ഫോട്ടോഗ്രാഫർ കൂടിയാണ്. വേക്കോട് എന്ന ഗ്രാമത്തിലേക്ക് തൻ്റെ സർഗാത്മകതയുടെ ക്യാമറ വ്യത്യസ്തമായ ആംഗിളുകളിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആവിഷ്കാരം നിർവഹിക്കുകയാണ് ഫോട്ടോഗ്രാഫറായ ഹരി തേജസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫിക് വിസ്മയമാണ് ഈ നോവൽ. ഈ കാരണത്താൽ ഒരു ഫോട്ടോഗ്രാഫിക് നോവൽ എന്ന് ഈ രചനയെ ഞാൻ വിശേഷിപ്പിക്കുകയാണ്. അതിശയോക്തിയും ഭാവനയുടെ വർണ്ണക്കൂട്ടുകളും കലരാതെ ജീവിതം അപ്പടി പകർത്തുമ്പോഴുള്ള ചില അരസികത്വങ്ങൾ ഈ നോവലിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം യഥാർത്ഥമായ ജീവിതത്തിന് രസത്തെക്കാളേറെ അരസികതയായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ്. സൂര്യജാലകം എന്ന നോവൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശവും ഇത് തന്നെയാണ്. തീർച്ചയായും ഈ നോവൽ ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട്. നായകസ്ഥാനത്ത് വരുന്ന ചില കഥാപാത്രങ്ങളെക്കാൾ പ്രസക്തരായ കഥാപാത്രങ്ങളെയും ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ കഥാനായകൻ രഘുരാമക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയിനി ഇന്ദിരയായിരുന്നു. പക്ഷേ വിവാഹം കഴിക്കുന്നത് ലക്ഷ്മിയെയാണ് വിധി വൈപരീത്യത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത കൊണ്ട്. അല്പകാലം കഴിഞ്ഞ് സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയപ്പോൾ ഇന്ദിരയുമായി രഘുരാമക്കുറുപ്പ് രഹസ്യബാന്ധവം തുടങ്ങുകയാണ്. എല്ലാം അറിഞ്ഞിട്ടും ലക്ഷ്മി തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഇതൊന്നും അറിയാത്തവളെ പോലെ ഭാവിച്ച് ജീവിക്കുന്നു.
ഒടുവിൽ ലക്ഷ്മി അകാലചരമം പ്രാപിക്കുമ്പോൾ മക്കൾ ഇന്ദിരയെ നാടകീയമായി കൂട്ടിക്കൊണ്ടുവന്ന് അച്ഛൻ്റെ ഭാര്യാവതങ്ങളിൽ അവരോധിക്കുന്നു. ആദർശദീപ്തിയൊരിയുന്നൊരു ആർദ്ര നക്ഷത്രമായി ലക്ഷ്മി വായനക്കാരുടെ മനസ്സിൽ നിറയുന്നു. ഈ ഇതിവൃത്തം ഒരിക്കലും ഈ നോവലിൻ്റെ ആത്മാവിനെ അനാവരണം ചെയ്യുന്നില്ല. കാരണം ഇത് കഥാനായകനായ രഘുരാമക്കുറുപ്പിനെ മാത്രം കേന്ദ്രീകരിച്ച് വികസിതമാകുന്ന ഇതിവൃത്തമല്ല. ഇതിവൃത്ത വികാസത്തിനും ബലവത്തായ ആവിഷ്കാരത്തിനും ഉതകുന്ന വിധത്തിൽ ഒരു ദേശത്തിൻ്റെ വിവിധ തലത്തിലുള്ള മണ്ണടരുകളിൽ നിന്നും 100-ൽ പരം കഥാപാത്രങ്ങളെയാണ് നോവലിസ്റ്റ് ഖനനം ചെയ്തെടുത്തിട്ടുള്ളത്. അവരെല്ലാം ഇതിലങ്ങനെ നിറഞ്ഞാടുകയാണ്. ഒരു ദേശത്തിൻ്റെ കഥ എഴുതുമ്പോൾ അതിൽ നിന്നും ആരെയും ഒഴിവാക്കാനാവില്ല. വേക്കോട് ദേശത്തിൻ്റെ സംസ്കാര നിർമ്മിതിയിൽ അംശമധികാരി മാധവ് കുറുപ്പും വള്ളമൂന്നുകാരനായ മാക്കോതയും തുല്യ പങ്കുവഹിക്കുന്നുണ്ട്. കഥകളി ഭ്രാന്തനായ പ്രഭാകരക്കുറുപ്പ്, ക്ഷുരകനായ ഇക്കണ്ട, ഇവരൊക്കെ വഹിക്കുന്ന പങ്ക് സമാനമാണ്. സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പ്രതീകമായ പാത്തുഞ്ഞി, ഇസ്ലാമിക ദർശനത്തിൻ്റെ പ്രയോഗവൽക്കരണത്തിലൂടെ സ്നേഹത്തിൻ്റെ ഭാഷ്യം ചവച്ച് രഘുരാമക്കുറുപ്പിനെ വിസ്മയിപ്പിക്കുന്ന സുലൈമാൻ ഹാജി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന നിഷ്കപടമായ മതമൈത്രിയുടെ വലിയ പ്രതിനിധാനങ്ങളാണ്. ഒട്ടേറെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും ഈ നോവൽ വായിക്കണം. നല്ലൊരു വായനാനുഭവം തരുന്ന ഒരു നോവലായിരിക്കും ഇത്. വർഷങ്ങൾ കൊണ്ട് ഞാൻ എഴുതി തീർത്ത സൂര്യജാലകം ഓപ്പണിംഗ് വേളയിലെ വീഡിയോകളും കുറച്ച് സ്റ്റില്ലുകളും ആണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത നോവലിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. അത് അധികം താമസിയാതെ ചന്ദ്രജാലകം എന്ന ആ ചെറു നോവൽ ഇറക്കാനുള്ള തിരക്കിലാണ് ഞാൻ.